ആർക്കും വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബ്രൗണിയുടെ റെസിപ്പിയാണ്. ഇതുവരെയും ബ്രൗണി തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്ക്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഈ ഒരു ബ്രൗണിയും വാനില ഐസ്ക്രീമും അടിപൊളി. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. കുറച്ച് പഞ്ചസാര ഒരു മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ഒന്ന് പൊടിച്ച് മാറ്റി വയ്ക്കണം. ഞാൻ ഇതിൻ്റെ അളവുകളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ് കേട്ടോ. കേക്കിന് അളവുകൾ മസ്റ്റാണ്. പിന്നെ ഞാൻ ഡാർക്ക് ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ബട്ടറാണ് ഒന്നുകൂടെ നല്ലത്. ബട്ടർ എടുത്തപ്പം ഒരു മസാല ബട്ടറാണ് കേട്ടോ മേടിച്ചുകൊണ്ട് വന്നത്. തെറ്റിപ്പോയി. അൺസോൾട്ടഡ് ബട്ടർ ആണെങ്കിൽ അതിട്ട് കൊടുത്താൽ മതി, അല്ലെങ്കിൽ ഓയിലാണെങ്കിലും മതി. അപ്പം ഞാനിതൊരു 1/4 കപ്പിന് താഴെ ഓയിലും കൂടെ ഒഴിച്ച് ഡബിൾ ബോയിൽ ചെയ്തിട്ട് ആ ചോക്ലേറ്റ് അങ്ങ് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസിനായിട്ട് മൈദ, കൊക്കോ പൗഡർ, ബേക്കിംഗ് പൗഡർ, ഒരു നുള്ളുപ്പ് ഇത്രയിട്ട് നന്നായിട്ടൊന്ന് അരിച്ച് ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വെച്ചു. ഇനി ഒരു ബൗളിലേക്ക് 2 മുട്ട, വാനില എസൻസ്, എന്നിട്ട് ഇത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. ഇതിലേക്ക് പൊടിച്ച പഞ്ചസാര ഒരു 2-3 ബാച്ചായിട്ട് ഇട്ടിട്ട് അതും കൂടെ ഇതുപോലെ നന്നായിട്ട് ബീറ്റ് ചെയ്ത് വെക്കാം. ഇനി നമ്മുടെ ചോക്ലേറ്റിൻ്റെ ആ ഒരു മിക്സ് ഈ ഒരു മുട്ടയുടെ കൂട്ടിലേക്കിട്ട് അടിച്ച് വെക്കാം. അളവുകളെല്ലാം ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. കേക്കിന് അളവുകൾ മസ്റ്റാണ് കേട്ടോ. അളവുകൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്താലേ കേക്ക് നന്നായിട്ട് കിട്ടത്തുള്ളൂ, അത് ഏത് കേക്കാണെങ്കിലും. ഇനി നമ്മുടെ ആ ഒരു ചോക്ലേറ്റ് മിക്സിലേക്ക് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് 2-3 ബാച്ചായിട്ട് ഇട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. പിന്നെ ഒരു കേക്ക് ടിന്നിലേക്ക് കുറച്ച് ബട്ടർ തേച്ച് കൊടുത്തിട്ടുണ്ട്. അതിന് മുകളിൽ കുറച്ച് മൈദ ഒന്ന് ഡസ്റ്റ് ചെയ്ത് കൊടുത്തിട്ട് നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഒഴിച്ച് കൊടുത്തു. പിന്നെ ഡാർക്ക് ചോക്ലേറ്റ് ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. എൻ്റെ മോളാണ് കേട്ടോ ഇടയ്ക്ക് എന്നെ സഹായിക്കാൻ വേണ്ടി വരുന്നത്. ചോക്ലേറ്റ് എടുത്ത് തിന്നാൻ വന്നാണ് കള്ളി. ഇനി കേക്ക് ടിന്ന് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ ഒരു കുക്കറിൽ വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ ഓവനിൽ വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കാവേ. ഓവൻ ഇല്ലാത്തവർ ഇങ്ങനെ ചെയ്തെടുത്താലും നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഇതൊരു 45 മിനിറ്റ്സ് ടു 50 മിനിറ്റ്സ് എടുത്ത് കേട്ടോ ഈ ഒരു ഇത് വേവാനായിട്ട്. കുറഞ്ഞ തീയിൽ വെച്ചിട്ട് വേണം കേട്ടോ നമ്മൾ വേവിച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ചൂടാറിയതിന് ശേഷം ഇതുപോലെ കട്ട് ചെയ്ത് കഴിക്കുക. അടിപൊളിയാണേ.